Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chess Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 26 ഞായറാഴ്ച. ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിനിലെ ഹോട്ടലുകൾ, ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒന്നാം പാദ ഫീസ് അടയ്ക്കുന്നതിൽ ഇളവ് നൽകുമെന്ന് ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അറിയിച്ചു. ടൂറിസം മേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാനും ബിസിനസ് രംഗത്തിന് പിന്തുണ നൽകാനുമാണ് ഈ തീരുമാനം. അപേക്ഷാ നടപടികൾ അതോറിറ്റിയുടെ ഔദ്യോഗിക ചാനലുകൾ വഴി ഉടൻ പ്രസിദ്ധീകരിക്കും. ബഹ്റിൻ വടക്കൻ സമുദ്രമേഖലയിൽ ഇന്നും നാളെയുമായി സൈനികാഭ്യാസം നടക്കും. ഇന്ന് വൈകിട്ട് 6 മുതൽ നാളെ പുലർച്ചെ 5 വരെയാണ് പരിശീലനം. 12,000 അടി ഉയരത്തിൽ നടക്കുന്ന അഭ്യാസ പ്രകടനം പ്രമാണിച്ച് സുരക്ഷാ കാരണങ്ങളാൽ പൊതുജനങ്ങൾ ഈ മേഖലയിൽ പ്രവേശിക്കരുതെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ വിദ്യാഭ്യാസ നിയമങ്ങളും മതപരവും ദേശീയവുമായ മൂല്യങ്ങളും ലംഘിക്കുന്ന തരത്തിലുള്ള പുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സ്വകാര്യ സ്കൂളിനെതിരെ വിദ്യാഭ്യാസ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. മന്ത്രാലയത്തിന്റെ പതിവ് പരിശോധനയ്ക്കിടെയാണ് നിയമലംഘനം കണ്ടെത്തിയത്. വിവാദമായ ഉള്ളടക്കമുള്ള ഇംഗ്ലീഷ് പുസ്തകം പാഠ്യപദ്ധതിയിൽ നിന്ന് ഉടനടി നീക്കം ചെയ്യാനും മന്ത്രാലയം അംഗീകരിച്ച പുതിയ പുസ്തകം ഏർപ്പെടുത്താനും അധികൃതർ ഉത്തരവിട്ടു. സ്കൂൾ ബോർഡ് ഡയറക്ടർമാർക്കാണ് പാഠ്യപദ്ധതിയുടെ പൂർണ്ണ ഉത്തരവാദിത്തമെന്നും നിയമലംഘനങ്ങൾ തുടർന്നാൽ ഭരണസമിതിയെ പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ബഹ്റിനിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ ലഭിച്ച 19,000-ലധികം തൊഴിലില്ലായ്മ വേതന അപ്പീലുകളിൽ 11,662 എണ്ണം തള്ളിയതായി പാർലമെന്ററി റിപ്പോർട്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും തൊഴിൽ വാഗ്ദാനങ്ങൾ നിരസിച്ചതുമാണ് അപേക്ഷകൾ തള്ളാൻ കാരണം. അതേസമയം രാജ്യത്ത് പ്രതിവർഷം ശരാശരി 20,000-ലധികം പേർക്ക് തൊഴിലില്ലായ്മ വേതന ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. സന്നദ്ധ പ്രവർത്തകർക്കായി ബഹ്റിൻ റെഡ് ക്രസന്റ് സൊസൈറ്റി ദുരന്ത നിവാരണ പരിശീലനം സംഘടിപ്പിച്ചു. ഡിപ്ലോമാറ്റിക് ഏരിയയിൽ നടന്ന വർക്ക്ഷോപ്പിൽ അടിയന്തര സാഹചര്യങ്ങളിലെ രക്ഷാപ്രവർത്തനം, സുരക്ഷിതമായ ഒഴിപ്പിക്കൽ, പ്രഥമ ശുശ്രൂഷ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകി. ദുരന്ത സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാൻ വളണ്ടിയർമാരെ പ്രാപ്തരാക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജോലി വാഗ്ദാനം നൽകി യുവതിയെ എത്തിച്ച് ശമ്പളം നൽകാതെ പീഡിപ്പിക്കുകയും പൂട്ടിയിടുകയും ചെയ്ത ഏഷ്യക്കാരന് 3 വർഷം തടവും 3,000 ദിനാർ പിഴയും വിധിച്ചു. കെട്ടിട സൂപ്പർവൈസർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. ശിക്ഷാകാലാവധിക്ക് ശേഷം പ്രതിയെ നാടുകടത്തും. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ ഹൈവേയിൽ നിന്ന് ജനബിയ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് പുതിയ ലൈൻ സ്ഥാപിച്ച് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഇതോടെ ഈ മേഖലയിലെ ഗതാഗതക്കുരുക്ക് 40% വരെ കുറയും. സൽമാൻ സിറ്റി ഭാഗത്തേക്ക് പോകുന്നവർക്ക് യാത്ര സുഗമമാക്കുന്ന പദ്ധതിയിൽ പുതിയ ഡ്രെയിനേജ് സംവിധാനവും സുരക്ഷാ ക്രമീകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹാജി ഹസൻ കമ്പനിയാണ് നിർമ്മാണം നിർവഹിച്ചത്.
ഫാക്ടറിയിൽ വ്യാജ ഇൻവോയ്സുകൾ ഉപയോഗിച്ച് 7,714 ദിനാർ തട്ടിയെടുത്ത ഏഷ്യക്കാരന് കോടതി 1 വർഷം തടവും നാടുകടത്തലും വിധിച്ചു. 2024-25 കാലയളവിൽ മുഹറക്കിലെ ഫാക്ടറിയിൽ പ്രൊക്യൂർമെന്റ് ഓഫീസറായി ജോലി ചെയ്യവെയായിരുന്നു തട്ടിപ്പ്. തട്ടിയെടുത്ത തുക തിരിച്ചടയ്ക്കാനും വ്യാജരേഖകൾ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. 25 മാസത്തിനുള്ളിൽ ബൈക്കിൽ 63 രാജ്യങ്ങൾ പിന്നിട്ട ഡോക്ടർ സിംഗാര വടിവേലിന് ഭാരതീയ അസോസിയേഷൻ സ്വീകരണം നൽകി. തമിഴ്നാട് സ്വദേശിയായ ഈ 58-കാരൻ മൈക്രോസോഫ്റ്റിലെ മുൻ ഉദ്യോഗസ്ഥനാണ്. 50-ാം വയസ്സിൽ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു തുടങ്ങിയ തന്റെ സാഹസിക യാത്രയിലൂടെ പ്രായം വെല്ലുവിളിയല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. വരും വർഷങ്ങളിൽ 60 രാജ്യങ്ങൾ കൂടി സന്ദർശിക്കാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതി. മെയ് ദിനത്തോടനുബന്ധിച്ച് പ്രവാസി വെൽഫെയർ മെഡ്കെയർ വിഭാഗം സംഘടിപ്പിക്കുന്ന മീറ്റ് യുവർ ഡോക്ടർ സൗജന്യ ആരോഗ്യ ക്യാമ്പ് മെയ് 1 വെള്ളിയാഴ്ച നടക്കും. രാവിലെ 8 മുതൽ 11 വരെ സിഞ്ചിലെ പ്രവാസി സെന്ററിൽ നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. പ്രവാസികൾക്കിടയിൽ ആരോഗ്യ ബോധവൽക്കരണവും വിദഗ്ധ പരിശോധനയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. IYCC ബഹ്റിൻ ദേശീയ കമ്മിറ്റി അംഗവും ഹമ്മദ് ടൗൺ ഏരിയ മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന സജീവ് ചന്ദ്രന്റെ നിര്യാണത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. റിച്ചി കളത്തൂരത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സജീവന്റെ സാമൂഹിക സംഘടനാ പ്രവർത്തനങ്ങളെ നേതാക്കൾ അനുസ്മരിച്ചു. ഹൃദയാഘാതം മൂലം അന്തരിച്ച ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചിരുന്നു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.